ഈ ബുക്ക് ഒരു സ്റ്റോറിയാണ്. ഓരോരുത്തരുടെ വിഷമങ്ങളും അവർക്ക് ഏറ്റവും വലുതാണ്. അതിൽ കയറി കഴിഞ്ഞാൽ മരിക്കാണ്ട് പുറത്തേക്ക് വരാൻ ചാൻസ് ഇല്ല. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലൈഫ്? ഞാൻ അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു. നമുക്ക് എന്തൊക്കെയോ ഒരു കുറവുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. എന്ത് ജോലിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, അപ്പം പക്ഷേ ട്രൈ ചെയ്യാണ്ട് നമുക്ക് അറിയാനും പറ്റത്തില്ല. ഹി വാസ് അറ്റ് ദ എഡ്ജ് ഓഫ് ടേക്കിംഗ് ഹിസ് ലൈഫ്. മീനിങ് ഓഫ് ലൈഫ്. ശ്യാം, യെസ്, നമുക്ക് ഇന്നത്തെ ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസിക് ആണല്ലേ? അതെ, എന്നത്തെ പോലെ സത്യം എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹിസ്റ്ററിയും ലൈഫും മിക്സ് ചെയ്തിട്ടുള്ള രണ്ടല്ല എങ്കിൽ പോലും നമ്മുടെ ഒരു പഴയ ഒരു വലിയൊരു ദുരന്തത്തിൽ നിന്ന് ഊന്നി ഉള്ള ഒരു ബുക്കാണ്. ബുക്കിൻ്റെ പേരാണ് മാൻ സെർച്ച് ഫോർ മീനിങ്. വിക്ടർ ഫ്രാങ്ക്ലിൻ എന്ന ഓഥറിൻ്റെയാണ് ബുക്ക്. പുള്ളി ഒരു ഹോളോകോസ്റ്റ് സർവൈവറാണ്. എനിക്കൊന്ന് ഈ ബുക്കിൻ്റെ ഒരു പ്രത്യേകത തന്നെ ഇറ്റ് മേക്സ് യു തിങ്ക്. നമ്മുടെ ലൈഫിൽ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യത്തെ റിമൈൻഡ് ചെയ്യുന്നൊരു ബുക്കാണ് മീനിങ് ഓഫ് ലൈഫ്. അതെ, നമ്മൾ ഒത്തിരി ആളുകളും ഞാനും സഹിതം നമ്മൾ ചിലപ്പം മറന്നു പോകുന്നൊരു സാധനമാണ് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലൈഫ്. എന്താണ് മീനിങ്, നമ്മൾ ഈ ജീവിക്കുന്നതിൻ്റെ അർത്ഥം അല്ലേ? ശ്യാമ, എങ്ങനെയാണ് ഈ ബുക്ക് കിട്ടിയത്? നമ്മൾ എന്ത് ഇമ്പാക്റ്റാണ് സ്വന്തം ലൈഫിനോട് റിലേറ്റ് ചെയ്യുമ്പം ശ്യാമിനെ എങ്ങനെയാണ് അതൊന്ന് ചിന്തിക്കാൻ ഇടയാക്കിയത്? എനിക്കിങ്ങനെ പറയാം. അപ്പം നമ്മൾ ഈ ബുക്കിൽ തന്നെ ഒരു വേർഡ് പറയണ്ടല്ലേ ജിന, ഒരു എക്സിസ്റ്റൻഷ്യൽ വാക്വം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഒരു സമയം ഓഫ് നമ്മുടെ ഒരു പ്രായത്തിൽ ഒരു മിഡ് ഏജ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു 4-5 വർഷങ്ങൾക്കൊക്കെ മുമ്പ് നമ്മളിങ്ങനെ ലൈഫ്, നമ്മൾ ജോലിയുണ്ട്, കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നു. പക്ഷേ എങ്കിലും നമുക്ക് എന്തൊക്കെയോ ഒരു കുറവുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. അതായത് നമ്മൾ വിചാരിച്ച പോലെയല്ല നമ്മുടെ ലൈഫ് പോണതെന്നോ, അല്ലെങ്കിൽ ലൈഫിൽ നമുക്ക് ലൈഫിനൊന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ നമ്മൾ ബിസിയാണ്, നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്, പക്ഷേ എങ്കിലും നമുക്കൊരു എംപ്റ്റിനെസ് എന്ന് പറയില്ലേ, അപ്പോൾ അതാണ് ഈ എക്സിസ്റ്റൻഷ്യൽ വാക്വം എന്ന് ഞാൻ പറയണ ഒരു ബുക്ക്. അങ്ങനെ ഒരു സമയത്ത് അങ്ങനെയാണ് ഈ മീനിങ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ ലൈഫിൻ്റെ അർത്ഥം എന്താണ് അങ്ങനെയൊക്കെ നമ്മൾ ഒത്തിരി ഒന്ന് ചിന്തിക്കുന്ന ആൾക്കാരൊന്നും അല്ലായിരുന്നല്ലോ. അപ്പം നമ്മളങ്ങനെ ഓടിപ്പോകുന്നു, നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നു, ജോലി ചെയ്യുന്നു, അതിൻ്റെ അപ്പുറത്തേക്കുള്ള ലൈഫ്, അതിൻ്റെ അപ്പുറത്തേക്ക് എന്തൊക്കെയോ ലൈഫിലുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഭൂമിയിൽ എക്സിസ്റ്റ് ചെയ്യണതിന് എന്തോ ഒരു സംതിങ് ഉണ്ട് എന്നുള്ളൊരു തോന്നൽ തലയിൽ ഇങ്ങനെ അലട്ടി അങ്ങനെ എത്തിപ്പെട്ടൊരു പുസ്തകമാണ് ഈ വിക്ടർ ഫ്രാങ്ക്ലിൻ്റെ ബുക്ക്. നമ്മൾ മീനിങ് എന്ന് പറയുമ്പോഴത്തേക്കും ലൈഫും എന്ന് പറയുമ്പോഴത്തേക്കും രണ്ടും ലൈഫിൻ്റെ ഒത്തിരി വലുതാണ്, മീനിങ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ചെറുതാണ്. എല്ലാവർക്കും 1-2 സെൻറ്റൻസിലായിരിക്കാം ചിലപ്പോൾ ഒരു മീനിങ്, എന്തിൻ്റെ മീനിങ് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റാത്തൊരു കാര്യമാണ് മീനിങ് എന്ന് പറഞ്ഞാൽ, കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പം ശ്യാമിന് പേഴ്സണലി വാട്ട് ഡിഡ് യു ഫൈൻഡ്? എന്താണ് ശ്യാമിന് തോന്നിയത്, ശ്യാമിൻ്റെ മീനിങ് ഓഫ് ലൈഫ് എന്താണെന്ന്? വാട്ട് ഡിഡ് ഇറ്റ് ട്രിഗർ? അത് എനിക്ക് അതിലേക്ക് വരുന്നേക്കാൾ മുമ്പ്, കാരണം ഈ ബുക്ക് ഒരു സ്റ്റോറിയാണ്. ഒരു സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിക്ടർ ഫ്രാങ്കൽ എന്ന് പറഞ്ഞാൽ ഹോളോകോസ്റ്റ് സർവൈവർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കേൾക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അത്ര പെട്ടെന്ന് മനസ്സിലാവുണ്ടാവില്ലായിരിക്കും. കാരണം 2ാം ലോക മഹായുദ്ധം ഉണ്ടായ സമയത്ത് നാസികൾ, അതായത് ഹിറ്റ്ലറിൻ്റെ നേതൃത്വത്തിലുള്ള ആൾക്കാർ ഈ നാസികളല്ലാതെ ജൂതന്മാരെ എല്ലാവരും പിടിച്ച് മാറ്റി ക്രൂരമായിട്ട് കൊല്ലണ ഒരു സമയം ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ പല കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ എന്ന് പറയുന്ന പോലെ ക്യാമ്പുകളിലേക്ക് മാറ്റി വെച്ചിട്ട് അതിലെ ഏറ്റവും ക്രൂരമായിട്ട് മനുഷ്യനെ പീഡിപ്പിച്ച് കൊന്നിരുന്ന ഒരു സിസ്റ്റത്തിനെ പറഞ്ഞിരുന്നതായിരുന്നു ഹോളോകോസ്റ്റ്. അതിൽ കയറി കഴിഞ്ഞാൽ മരിക്കാണ്ട് പുറത്തേക്ക് വരാൻ ചാൻസ് ഇല്ല, അത്രയ്ക്കധികം പീഡനങ്ങൾ നടക്കുമായിരുന്നു. കാരണം നാസികളല്ലാത്ത എല്ലാ ആൾക്കാരും കൊല്ലിലായിരുന്നു ലക്ഷ്യം. എന്നാൽ അതിൽ ഏറ്റവും ക്രൂരമായിട്ട് കൊല്ലുക, അത് മാക്സിമം പീഡിപ്പിക്കുക, ഭക്ഷണം കൊടുക്കാതിരിക്കുക, ഉപദ്രവിക്കുക, കൊല്ലുക, അതായത് ഒരു കൂട്ടക്കുരുതി എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലാണ് അന്നത്തെ കാര്യങ്ങൾ നടന്നു പോയിക്കൊണ്ടിരുന്നത്. അതിൽ ഒരു ഇരയായിട്ടുള്ള ആളായിരുന്നു വിക്ടർ ഫ്രാങ്ക്ലിൻ. അദ്ദേഹം ഒരു സൈക്യാട്രിസ്റ്റ് ആയിരുന്നു. ഒരു കരിയറൊക്കെ പടുത്തുയർത്തി നല്ല രീതിയിൽ ജീവിതമൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ 2ാം ലോക മഹായുദ്ധം ഉണ്ടാവുന്നതും അദ്ദേഹത്തിനെയും അദ്ദേഹത്തിന്റെ ഫാമിലിയെയും പിടിച്ച് അങ്ങനെ ഒരു തടവറയിലേക്ക് മാറ്റണതും. അപ്പോൾ അദ്ദേഹം കുറേ നാൾ, വർഷങ്ങളോളം അതിൻ്റെ ഉള്ളിൽ കിടന്ന് നരകയാതന അനുഭവിച്ചു. അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ അതിൻ്റെ ഉള്ളിൽ ജീവിക്കണത് തന്നെ ചിലപ്പോൾ പുറത്തുള്ള ഫാമിലീനെ ആലോചിച്ചിട്ടായിരിക്കാം. അത് നമ്മളിങ്ങനെ ദുരന്തത്തിൽ കൂടെ പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ മുന്നിലോട്ട് കൊണ്ടുപോകേണ്ട
ഒരു വെളിച്ചമുണ്ടാവുന്നതാണ് പറയുന്നത്. ഉറപ്പായിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹം ഒരു സൈക്യാട്രിക് തീസിസ് ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അതെല്ലാം പോയി അദ്ദേഹത്തിന് ജയിലിലേക്ക് അടച്ചത്, ഹോളോകോസ്റ്റിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ അതിലെ ഏറ്റവും ഭീകരമായിട്ടുള്ള അവസ്ഥയിൽ കടന്നു പോകുമ്പോഴും വിക്ടർ ഫ്രാങ്കിൾ പറയുന്നത് വെച്ചാൽ ജീവിതത്തിൽ എന്തൊക്കെയോ മീനിങ് കണ്ടുവരുന്നു. കാരണം സ്നേഹിക്കുന്ന ആൾക്കാരെ പറ്റി ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തിരുന്ന ജോലിനെ പറ്റി ആലോചിച്ചപ്പോഴൊക്കെ ഇതിന് ഏതെങ്കിലും കാലത്ത് പുറത്തേക്ക് കടക്കാൻ പറ്റും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. എനിക്കും അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന സമയത്തും നമുക്ക് ജീവിക്കണം എന്നുണ്ട്. നമുക്കതിൻ്റെ ഒരു വലിയ തലത്തിലുള്ള അർത്ഥമാണ് എനിക്ക് പിടി കിട്ടാതിരുന്നത്. ഫാമിലീനെ നമുക്ക് വേണം, ഫാമിലിയുടെ കൂടെ ഉണ്ടാവണം, അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ചെയ്യണ ജോലികളിൽ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ട്. പക്ഷെ സ്റ്റിൽ നമ്മൾ അതിൻ്റെ ഒരു കാമ്പ് എന്താണെന്ന്, ഇത് എന്തിനാണ് നമ്മൾ ചെയ്യണത് എന്ന് അറിയാത്തൊരവസ്ഥ ഉണ്ടാവില്ല. അങ്ങനെ ഒരു അവസ്ഥയെ കൂടിയാണ് ഞാൻ അന്ന് കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ വിക്ടർ ഫ്രാങ്കിൾ നമുക്ക് പ്രശ്നങ്ങളില്ലായിരുന്നു, നമ്മൾ ആ സൈക്കോളജിയിൽ കടന്നു പോകണതല്ലാണ്ട് ഇദ്ദേഹം കടന്നുപോയത് ക്രൂരത നേരിട്ടിട്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടെ നടന്നു പോയിട്ടാണ് അദ്ദേഹം ലൈഫിന് മീനിങ് ഉണ്ട് എന്ന് പറയണത്. അപ്പോൾ എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റിയായിരുന്നു. കാരണം നമ്മൾ ഒറ്റയ്ക്കല്ല, ഇതേപോലെ കടന്നു പോകുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷെ ലൈഫിന്റെ ചില സ്റ്റേജിൽ എത്തുമ്പോൾ സാധാരണ നമ്മൾ ഒന്ന് സെക്കൻഡ് തിങ്ക് ചെയ്യും, എന്തായിരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കണതെന്ന് പറയണതില്ലേ. അങ്ങനെ എന്നെ സംബന്ധിച്ച് മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ജോലിയിൽ, ചിലപ്പോൾ ഞാൻ ചെയ്യണ ജോലിയിൽ എനിക്കൊരു മുമ്പുണ്ടായിരുന്ന ഒരു എനർജി എനിക്ക് ജോലിക്ക് പോകാനുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ എനിക്ക് തോന്നുകയാണ് ഞാൻ അതല്ല എനിക്ക് വേണ്ടിയിരുന്നത്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു പുതിയ തലമുറ കടന്നു പോണതിനെ നമുക്ക് പറയാൻ പറ്റും. കാരണം പകുതി ആൾക്കാർക്കും അറിയില്ല എന്താണ് അവരുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ആ ഒരു ഡിജിറ്റൽ ഡിസ്ട്രാക്ഷനും ടോട്ടലി ഇങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലും ഇപ്പം നമ്മൾ തന്നെ സംസാരിച്ച ഒത്തിരി പേര്, ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം എനിക്കൊരു ഫോൺ കോൾ വന്ന് ഹി വാസ് അറ്റ് ദ എഡ്ജ് ഓഫ് ടേക്കിംഗ് ഹിസ് ലൈഫ്, അങ്ങനെ പറയാം. പുള്ളിക്ക് ഒരു ഹോപ്പും ഇല്ലാത്തൊരവസ്ഥയിൽ. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അറിയില്ല എന്തിനോ ഇങ്ങനെ സമയം പോയിക്കൊണ്ടിരിക്കുന്നു, പക്ഷെ എനിക്ക് സെൽഫ് വർത്ത് ഇല്ലാത്ത അവസ്ഥ, അങ്ങനെയൊക്കെയുള്ളൊരു കോംപ്ലക്സ് ആയിട്ടുള്ള അവസ്ഥയിൽ കടന്നു പോകണത്. അപ്പം അങ്ങനെ ഒരു സീഡി അതിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് എനിക്ക് ഇത്തരം ആശയങ്ങളൊക്കെ എൻ്റെ തലയിൽ കയറി തുടങ്ങിയത്. എനിക്കൊന്നും അത് ഭയങ്കര ഒരു പവർഫുൾ ആയിട്ട് കാര്യമില്ല. പക്ഷെ ഞാൻ എൻ്റെ അമ്മ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, ഇപ്പം ഓരോരുത്തരുടെ വിഷമങ്ങളും അവർക്ക് ഏറ്റവും വലുതാണ്. ഇപ്പം വിക്ടർ ഫ്രാങ്ക്ലിൻ ഈ ബുക്കിൻ്റെ ഒരു റിലേഷൻ തന്നെ നോർമൽ, ഇപ്പം സാധാരണക്കാരായ ആൾക്കാർക്കുള്ളത് തന്നെയാണ്. സ്വന്തമായിട്ട് കടന്നു പോകുന്ന ബുദ്ധിമുട്ടുകൾ അവർക്കൊരു ഹോളോകോസ്റ്റ് പോലെ നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ലായിരിക്കാം. പക്ഷേ ഓരോരുത്തരുടെ പ്രശ്നങ്ങളും ഭയങ്കര വലുതാണ്. അത് പുറമേയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുമെന്ന് അറിയില്ല. അതെ. ഒരു ഇതേപോലത്തെ ഒരു ബുക്ക് വായിക്കുന്ന നമ്മൾ ഓർക്കും എനിക്കിത് എൻ്റെ അല്ലല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, അത് നമ്മുടെ വിഷമങ്ങൾ നമ്മുടെ ഹോളോകോസ്റ്റ് ആണല്ലോ. അതെ. നമ്മൾ കടന്നു പോണ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അതൊരു നമ്മളത് കടന്നു പോണ അവസ്ഥ നമ്മളെ സംബന്ധിച്ച് വലുതാണ്. ഇപ്പോൾ നമ്മുടെ കഥയിൽ നമ്മൾ കടന്നു പോണ പ്രശ്നങ്ങൾ നമുക്ക് പുറമേയുള്ള ആൾക്കാർ അനുഭവിക്കണില്ലല്ലോ എന്താണെങ്കിലും. അതാണ് എനിക്കൊന്നും ഹോളോകോസ്റ്റ് പറഞ്ഞാൽ അതിനായിട്ട് കമ്പയർ ചെയ്യാൻ അങ്ങനെയല്ല നമുക്ക്. പക്ഷേ ഓരോരുത്തരും അവനവൻ്റെ പ്രശ്നത്തിലാണല്ലോ, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ. ഇപ്പം അവർ കടന്നു പോകണ ചിലപ്പോൾ ഫൈനാൻഷ്യലി ഉള്ള പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഇതേപോലെ അവർക്കൊരു ആ ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് കൂടെ കടന്നു പോകുന്ന ആൾക്കാരായിരിക്കാം, ജോലിയിലെ കൂടെ പ്രശ്നങ്ങളുള്ള ആൾക്കാരായിരിക്കും. പല രീതിയിൽ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ കഥകൾ. അപ്പോൾ ഈ ബുക്ക് ഇതിനെ എങ്ങനെ അപ്ലൈ ചെയ്തു ശ്യാം? ഇപ്പോൾ ഇതിനകത്ത് മീനിങ് എന്നുള്ള ഒരു എക്സ്ട്രാ, ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഇതിനകത്ത് പല കൺസെപ്റ്റുകളുണ്ട്. പക്ഷെ അതിനൊരു ഹോളായിട്ട് എടുക്കുകയാണെങ്കിൽ എങ്ങനെ ഇതിനെ അപ്ലൈ ചെയ്യാൻ പറ്റി ഈ ഒരു അറിവ്? ഇപ്പം ലൈഫിന് മീനിങ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അത് കണ്ടുപിടിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ മീനിങ്ങിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ശ്യാം എങ്ങനെയാണ് അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ട്രൈ ചെയ്തത്? എനിക്കിങ്ങനെ പറയാൻ പറ്റും, ഇദ്ദേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരു സൈക്യാട്രിസ്റ്റ് ആണ്. സൈക്കോളജിയും കാര്യങ്ങളും അത്തരം കാര്യങ്ങളും നല്ല അറിവുള്ള ഒരാളായിരുന്നു. അന്നത്തെ കാലം വരെ ഉള്ള സൈക്കോളജികളിൽ വിശ്വസിച്ചുകൊണ്ടിരുന്നത് 2 ഐഡിയോളജി ആയിരുന്നു. അതായത് മനുഷ്യൻ നിലനിൽക്കുന്നത് സന്തോഷത്തിന് വേണ്ടിയിട്ടാണെന്ന് ഫ്രോയിഡ് പറയണ ഒരു ചിന്തകൻ അങ്ങനെ പറയാറുണ്ട്. എന്നാൽ അതേപോലെ തന്നെ ഈ അഡ്ലറൊക്കെ പോലെയുള്ള വേറൊരു വിഭാഗം ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് മനുഷ്യൻ ജീവിക്കുന്ന അധികാരത്തിന് വേണ്ടിയിട്ടാണ്, പവർ. അതായത് എന്നാ ഈ വിക്ടർ ഫ്രാങ്കൽ പറഞ്ഞത് മനുഷ്യന്റെ നിലനിൽപ്പ് തന്നെ മനുഷ്യന്റെ മീനിങ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണെന്നാ. ഒരു തേർഡ് ഡയമെൻഷൻ. മനുഷ്യൻ ജനിച്ച അന്ന് മുതൽ അവന്റെ ജീവിതത്തിന്റെ അർത്ഥം തേടിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയെല്ലാം ഒരു സെക്കൻഡറിയാണ്. ഇപ്പൊ നമ്മൾ കടന്നു പോകുന്ന പ്രശ്നങ്ങളും അല്ലെങ്കിൽ നമ്മൾ അച്ചീവ് ചെയ്യണതും നഷ്ടപ്പെടുന്നതെല്ലാം അതൊക്കെ അതിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ മനുഷ്യന്റെ ജീവിതം പൂർണ്ണമാവണമെങ്കിൽ അതിനൊരു മീനിങ് ഉണ്ടാവണം എന്നാണ് പറയണത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ക്ലിക്ക് ചെയ്തു. അപ്പം ഞാൻ അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു. നമ്മൾ ചിലപ്പോൾ ലൈഫ് എവിടെയെങ്കിലും ഹാർഡ് ഹിറ്റ് ചെയ്യുമ്പോഴായിരിക്കുമല്ലോ നമ്മൾ ഇതേവരെ ചെയ്തതല്ല, അതിൻ്റെ അപ്പുറത്തേക്കുള്ള എന്തോ ആണ് അല്ലെങ്കിൽ വേണം എന്നൊക്കെ തോന്നില്ലേ? ലിജിന് അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതല്ലേ? ഒരു സംതിങ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ നമ്മുടെ ലൈഫ് എവിടെയെങ്കിലും ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി ലൈഫിൽ പല പ്രാവശ്യം നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പം ഫിസിക്കൽ ഹെൽത്തിൻ്റെ പ്രശ്നങ്ങൾ വരാം. ഇപ്പം
മെന്റലി ആണെങ്കിലും നമ്മൾ ചില സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്കും തോന്നുമല്ലോ ഇത്രയും നാൾ ഞാൻ ചെയ്തിട്ട് ഞാൻ എങ്ങും എത്തുന്നില്ല. ഇപ്പൊ സമ്പാദ്യം ഒരു പ്രശ്നമാണ്. നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് അവസാനം നമുക്കൊരു പൈസ എടുക്കാൻ വേണ്ടി നോക്കുന്നത് പൈസ ഇല്ലാണ്ടാകുമ്പോഴത്തേക്കും നമുക്ക്, എനിക്കാണ് ഫീൽ ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇത്രയും വർക്ക് ചെയ്തിട്ടും നമുക്ക് എങ്ങും എത്തുന്നില്ലല്ലോ എന്ന് പണ്ട് തോന്നിയിട്ടുണ്ട്, എങ്ങും എത്തുന്നില്ല. അപ്പൊ നമുക്ക് തോന്നി നമ്മൾ ചെയ്ത എല്ലാം വെറുതെ ആയല്ലോ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് മീ വർക്കിംഗ് ഹാർഡ് എന്നുള്ള രീതിയിൽ അങ്ങനത്തെ പല കാര്യങ്ങളിലും തോന്നിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനത്തെ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുമ്പോൾ ഇപ്പോൾ നമ്മൾ ആ സഫറിങ്ങിൽ കൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ഇപ്പോൾ ഓരോരുത്തരും കടന്നു പോകുന്ന അവസ്ഥകളുണ്ട്. അതിനൊരു അർത്ഥം കാണാനാണ് വിക്ടർ ഫ്രാങ്കൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ അദ്ദേഹം പറയണത് നമ്മൾ സഫറിങ്ങിലേക്ക് കൂടെ കടന്നു പോകുമ്പോൾ, അതായത് നമ്മൾ ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുകയുള്ളൂ ഒരു പരിധി വരെ. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരിക്കും. നമ്മൾ ആ ഒരു സഫറിങ്ങിൽ, ഇപ്പോൾ അദ്ദേഹം ആ ഒരു ജയിലിൽ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കിടക്കുമ്പോഴാണെങ്കിലും അദ്ദേഹം കാണുന്നുണ്ട് നന്മയുള്ള മനുഷ്യന്മാരെ. കാരണം അവിടെയും ഒരു ബ്രെഡ്, ഒരു ചെറിയ പീസ് ഓഫ് സ്ലൈസ് ഓഫ് ബ്രെഡ് ഈ മരിക്കാൻ കിടക്കുന്ന ആൾക്കാർ തന്നെ സഹോദരനെ അല്ലെങ്കിൽ കൂടിയുള്ള ജയിലിൽ കിടക്കുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്യണതും കാണുന്നുണ്ട്. അപ്പോൾ പറയുന്നത് നമ്മൾ അത്തരം തീവ്രമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നമുക്ക് നന്മയുടെ വെളിച്ചം എവിടെയെങ്കിലും കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതെനിക്കൊരു ഭയങ്കര ഒരു ഫീലിംഗ് കിട്ടിയായിരുന്നു, ഒരു പോസിറ്റീവ് ഫീലിംഗ് കിട്ടിയായിരുന്നു. കാരണം നമ്മൾ അത്രയും തീവ്രതയിൽ കൂടെ അല്ല കടന്നു പോകണമെങ്കിലും നമുക്ക് അത്രയും തീവ്രതയിൽ കൂടെ കടന്നു പോയ ആൾക്കാർ തന്നെ പറയണത് ഇത് ദർ ഇസ് എ ഹോപ്പ് ഇൻ ദ എൻഡ് ഓഫ് ദ ടണൽ എന്ന് പറയില്ലേ, അങ്ങനെ ഒരു ഫീലിംഗ് കിട്ടി. പിന്നെ കുറേ പ്രാക്ടിക്കലി വിക്ടർ ഫ്രാങ്കൽ പറയുന്ന കാര്യങ്ങളുണ്ട്. എങ്ങനെ നമുക്ക് നമ്മുടെ ഒരു മീനിങ് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ലൈഫിനെ ഇതിനും കൂടി വർത്ത് വെയിലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള പറയണത് ഞാനൊരു എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം സാധാരണക്കാർക്കാണെങ്കിൽ പോലും എങ്ങനെയാണെങ്കിലും ഇപ്പം നമുക്കാണെങ്കിലും ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും ഫൈൻഡിങ് വാട്ട് ഈസ് ദ പോസിറ്റീവ് ഔട്ട് ഓഫ് ഇറ്റ് നമ്മളെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമെങ്കിലും പക്ഷെ അതൊരു ലൈഫിന്റെ മീനിങ്ങിലേക്ക് എത്തിച്ചേർക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കാം അല്ലേ. ഈ ബുക്കിനകത്ത് ഒത്തിരി എന്നാ പറയാ, ഒരു വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ് എക്സ്റ്റെൻഷ്യൽ വാക്യൂം എന്ന് ഫ്രാങ്ക്ലിൻ സംസാരിക്കുന്നത്. എനിക്കൊന്നു നമ്മൾ അതിനെക്കുറിച്ച് ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ഇറ്റ്. അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. എക്സിസ്റ്റൻഷ്യൽ വാക്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര ബുദ്ധിമുട്ടുള്ള അവസ്ഥ കൂടെ കടന്നു പോവുകയാണെങ്കിലും ചില ഇപ്പോൾ ഈ വിക്ടർ പറയണത് ആ സാഹചര്യങ്ങളിൽ കൂടെ ജയിലിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാരുടെ ഇടയിൽ തന്നെ ചില ആൾക്കാർ ലൈഫിന് ഗിവ് അപ്പ് ചെയ്യാണ്. എനിക്കിനി മടുത്ത് എന്നെക്കൊണ്ട് ഇനി സാധിക്കില്ല. അങ്ങനെയുള്ള ആൾക്കാർ സർവൈവ് ചെയ്യണില്ല. അങ്ങനെയുള്ള ആൾക്കാർ ഒരു സംഭവം അവർ എൻഡപ്പ് ചെയ്യാണ്, അവർ ലൈഫിനെ ഗിവ് അപ്പ് ചെയ്ത് അവർ ലൈഫ് തീർന്നു പോവുകയാണ് അങ്ങനെ. എന്നാൽ ചില ആൾക്കാർ അതിൻ്റെ ഇടയിൽ കൂടിയും പർപ്പസും അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും എനിക്ക് ലക്ഷ്യമുണ്ട്, എന്നെ ഇതിൽ കൂടെ കടത്തി വിടുന്നതിൽ കൂടിയും ഞാൻ ഇതിൽ കൂടെ കടന്നു പോകുന്നതിൽ കൂടി എനിക്ക് എന്തെങ്കിലും കിട്ടും, അല്ലെങ്കിൽ ദർ ഇസ് എ ഹോപ്പ് ഇൻ ദ, അങ്ങനെ ഒരു പോസിറ്റീവിന് കാണുന്ന ആൾക്കാർ അവർ ഇത്തിരി കൂടി പർപ്പസ്ഫുള്ളി ലൈഫിനെ ദുരന്തത്തിൽ കൂടെ കടന്നു പോയിട്ടുണ്ടെന്നാണ് പറയണത്. അതായത് നമ്മൾ എക്സിസ്റ്റൻഷ്യൽ വാക്യൂം എന്ന് വെച്ചാൽ നമ്മളെ നിലനിൽക്കുന്നത് എന്തിനാണെന്ന് നമുക്ക് തന്നെ ഒരു ഐഡിയ ഇല്ലാത്ത അവസ്ഥ. അങ്ങനെയുള്ള ആൾക്കാർക്ക് ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ തകർന്നു പോകും. എന്നാൽ ഞാൻ എന്നെക്കൊണ്ട് എനിക്ക് ഉള്ളതിനേക്കാളും എൻ്റെ ജീവിതത്തിന് എന്തെങ്കിലുമൊക്കെ നേടാനുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് കൊണ്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ എനിക്ക് അച്ചീവ് ചെയ്യാനുണ്ടെന്ന് തോന്നുന്ന ആൾക്കാർ എത്ര ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും അതിൽ കൂടെ കടന്നു പോകും. അപ്പം നമുക്ക് ഇതിനെ ഇങ്ങനെ റെസനേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ആ ഒരു ഓൺട്രപ്രണറിയൽ ജേർണി നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകണം നമുക്ക്, പക്ഷെ വി നോ നമ്മളെ കൊണ്ട് ലോകത്തിന് ആവശ്യമുണ്ട് എന്നുള്ളത് അല്ലേ. അപ്പം അത് നമ്മളെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഒരു എന്നേ നിർത്തി പോകേണ്ടത് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് ഒരു ഐഡിയ ഇല്ലാണ്ട്, പക്ഷെ നമ്മൾ അതിൽ കൂടെ ഒക്കെ പുഷ് ത്രൂ ചെയ്യേണ്ടത്. കാരണം നമുക്കറിയാം അതിലൊരു മീനിങ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ലോകത്തിന് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാനുണ്ട്, അത് നമുക്ക് തരുന്ന ഒരു എനർജി ഉണ്ടല്ലോ. അപ്പൊ അത് ഒരു സിമ്പിൾ എക്സാമ്പിൾ. എനിക്കത് ഞാൻ വെരി റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം കാണാൻ ഇടയായി. മറ്റേ സന്തോഷ് ജോർജ് കുള്ളങ്ങരയുടെ പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പം ലോട്ടറി അടിക്കുന്ന ആൾക്കാർ, ഒത്തിരി ആൾക്കാർ ലോട്ടറി അടിക്കുന്നു, പക്ഷെ ആരും ഇത്രയും പൈസ കിട്ടിയിട്ടും ബിഗ് ഓൺട്രപ്രണേഴ്സ് ആവുന്നില്ല. അങ്ങനത്തെ ഒരു കഥയേ ഇല്ല. എല്ലാവരും ആവുന്നത് ഇപ്പം ചിലർ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടാവാം, പക്ഷെ ആ പൈസ വെച്ച് ബാങ്കിലിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അല്ല, നശിച്ചു പോയി എന്നല്ല പറയുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഓൺട്രപ്രണേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സക്സസ്ഫുൾ ആയവരെല്ലാവരും ആ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയി അതിൽ നിന്ന് പഠിച്ച് അതിൻ്റെ അപ്പുറ സൈഡ് എത്തുന്നവരാണ് സക്സസ്ഫുൾ ആവുന്നത് എന്നാണ്. അപ്പോൾ എനിക്ക് തോന്നുന്ന ആ ബുദ്ധിമുട്ടുകൾ, ഇപ്പം ഇതിനകത്ത് പറയുന്ന പ്രശ്നങ്ങൾ, ആ ബുദ്ധിമുട്ടുകളെല്ലാം നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം നമ്മൾ ലൈഫ് അതിൽ കൂടെ പോകുന്നത് അല്ലേ. ആയിരിക്കാം. ഇപ്പോൾ നമ്മളിങ്ങനെ പറയല്ലേ ജി, ഇപ്പോൾ വിൽ മണി മേക്ക് യു ഹാപ്പി എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ലേ. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ പ്രത്യേകിച്ച്, അല്ലെങ്കിൽ ഒരു പരിധിവരെ നമ്മുടെയൊക്കെ തലമുറ ഇങ്ങനെ പൈസയിലാണ് നമുക്കെല്ലാം കിട്ടണത് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡുള്ള ഒരാൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം
ഇത്തരം പുസ്തകങ്ങളെല്ലാം പറയണത് പൈസ അല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ആ ഒരു നമുക്ക് ലൈഫിനൊരു മീനിങ് കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ആ ഒരു ഡേ ബൈ ഡേ കാര്യങ്ങൾ തള്ളി നീക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഇതിൽ നമ്മുടെ ആ ഒരു ചെറിയ സമയം കൊണ്ട് നമുക്കൊരു ലക്ഷ്യമുണ്ട്, ലക്ഷ്യബോധം ഉണ്ടായില്ലെങ്കിൽ നമ്മൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ വി മേ നോട്ട് ബി ഹാപ്പി അറ്റ് ദ എൻഡ് എന്നാണ് പറയണത്. പൈസ ഉണ്ടായിട്ട് പൈസക്ക് പർപ്പസ് ഇല്ലാന്നുണ്ടെങ്കിൽ അതെ, പൈസ വെറും പേപ്പർ ആണല്ലോ. അതെ, നമ്മളൊരു മണി ഗോളായിട്ട് വെക്കാന്നുണ്ടെങ്കിൽ മണി ഇസ് എ ടൂൾ, നമുക്ക് ടൂളാണ്. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് നമുക്കൊരു ദർ ഷുഡ് ബി സംതിങ് മീനിങ്. നമ്മളൊരു ഡ്രൈവ് ചെയ്യണമെങ്കിൽ ഇപ്പം നമുക്ക് ഇങ്ങനെ പറയാമല്ലോ, രാവിലെ എഴുന്നേറ്റ് നമുക്ക് ജോലിക്ക് പോകണമെങ്കിൽ പൈസ എന്നുള്ളൊരു ഫാക്ടർ മാത്രമാണെങ്കിൽ ഐ തിങ്ക് നമ്മളൊരു എമൗണ്ട് ഓഫ് പൈസ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ നിൽക്കുമായിരിക്കാം. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് നമുക്കൊരു അർത്ഥം കണ്ടെത്താൻ പറ്റണം. ഇപ്പം എന്നെപ്പോലെ ഒരാൾക്ക് പർപ്പസ് മീനിങ് കണ്ടുപിടിക്കണം. ഫ്രാങ്ക്ലിൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതെ അതെ, എന്തൊക്കെയാണ് നമുക്ക് എങ്ങനെ ഒരു ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, ഫ്യൂ വേർഡ്സിൽ പറയാനാണെങ്കിൽ? അദ്ദേഹം പറയണത് 3 രീതിയിലാണ് നമുക്ക് നമ്മുടെ ലൈഫിൻ്റെ മീനിങ് കണ്ടുപിടിക്കാൻ പറ്റണത് എന്നുള്ളത്. ഒരു ക്രിയേറ്റീവ് വേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഡേ ബൈ ഡേ ജോബിൻ്റെ അപ്പുറത്തേക്ക് നമ്മളൊരു ക്രിയേറ്റീവായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ആസ്പെക്റ്റിൽ കൂടെ ഒരു ക്രിയേറ്റീവ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ അത് ക്രിയേറ്റീവായിട്ടുള്ളൊരു വേ കൂടെ അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ നമ്മൾ എക്സ്പീരിയൻസിങ് ദ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വിക്ടർ ഫ്രാങ്കലിൻ്റെ ഒരു വെരി ഫേമസ് ആയിട്ടുള്ള ടെഡ് ടോക്ക് ഉണ്ട്. അതിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ലവ് ടു ദ ഫാമിലി, അത് ഫാമിലി ഈസ് എവറിത്തിങ്. അത് അങ്ങനെ ഒരു സെക്കൻഡ് പാർട്ടും ഒരു ലൈഫ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുക, ജീവിതത്തിൽ കൂടെ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി കൂടെ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ കൂടെ, നമ്മൾ ഇഷ്ടപ്പെടുന്ന പ്രകൃതിയെ കൂടെ അതിനെ എക്സ്പീരിയൻസ് ചെയ്യുക. അതാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് ടുവേർഡ് സഫറിങ്. ഇപ്പോൾ വിക്ടർ ഫ്രാങ്ക്ലിൻ ഇങ്ങനെ പറഞ്ഞില്ല, ജീവിതത്തിൽ സഫറിങ് ഇല്ലാണ്ട് നമുക്ക് കടന്നു പോകാൻ പറ്റില്ല, ബുദ്ധിമുട്ടുകളില്ലാതെ നമുക്ക് ജീവിക്കാനേ പറ്റില്ല. അതിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ 3 കൺജോയിൻ്റ് ആയിട്ട് ഒന്നിച്ച് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ നമുക്ക് മീനിങ് കണ്ടുപിടിക്കാന്നാണ് പറയണത്. ഓക്കെ, അത് ഭയങ്കര ഒരു പവർഫുൾ ആയിട്ടുള്ള കാര്യമല്ലേ. എനിക്ക് തോന്നി ഈ 3 കാര്യങ്ങളിൽ എവിടെയെങ്കിലും നമ്മൾ നമുക്ക് ഒരു എന്താ പറയുക ഒരു ലെവറേജ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. മീനിങ് ഇപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോവുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ പേഴ്സണലി എനിക്ക് ഇങ്ങനെ പറയാം, ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു എനിക്കൊരു കുറച്ചും കൂടി ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു വർക്കാണ്, അല്ലെങ്കിൽ സംതിങ് ക്രിയേറ്റീവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊരു എനർജി ഉള്ളത്. നമ്മൾ മുമ്പ് ഒരു പുസ്തകത്തിൽ പറഞ്ഞ പോലെ റിക്കറൻ്റ് ആയിട്ടുള്ള ഒരു സെയിം തിങ് റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അതിൽ എൻജോയ്മെൻ്റ് ഇല്ല, എനിക്കൊരു ഫണ്ണില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉള്ള ജേണി എന്നെ എക്സൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഓരോ ദിവസം. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സംതിങ് അൺസർട്ടൺ ആയിട്ടുള്ള ജേണി, വി ആർ മേക്കിംഗ് സംതിങ്, അതെനിക്ക് ഒരു ഫീലിംഗ് ഓഫ് എക്സിസ്റ്റൻസ് തോന്നുന്നുണ്ട്. ഞാൻ ഇതിനാണ് ഞാൻ നിൽക്കണത് എന്നുള്ളത്. പ്ലസ് നമ്മളെപ്പോഴും പറയാറുള്ള പോലെ ഫാമിലി ഈസ് എവറിത്തിങ്. നമ്മുടെ ആ ഒരു കോറും നട്ടെല്ലും എല്ലാം നമ്മുടെ ഫാമിലിയാണ്. അത് അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുമ്പോഴും എനിക്കൊരു മീനിങ് ഫീൽ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സമയം നമുക്കൊരു മീനിങ് ഫുൾ ആണെന്ന് തോന്നാറുണ്ട്. ഒപ്പം തന്നെ ഇപ്പം നമ്മൾക്ക് ബുദ്ധിമുട്ട് നമ്മളെല്ലാവരും കടന്നു പോകുന്നുണ്ട്, പക്ഷേ ഐ സീ ഇറ്റ് ആസ് എൻ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഞാൻ അതിൽ നിന്ന് എന്താണ് ഞാൻ പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് കാണുന്നത്. ഇപ്പോൾ നമുക്കൊരു വെരി ടഫായിട്ടുള്ളൊരു സിറ്റുവേഷൻ കൂടെ കടന്നു പോകുമ്പോഴാണെങ്കിലും ഐ ലേൺ സംതിങ് ഫ്രം ഇറ്റ്. ഇപ്പോൾ നമ്മളതൊരു പരാജയമായിട്ട് കാണില്ല, നമ്മൾ തോറ്റ് കഴിഞ്ഞാൽ നമ്മൾ ലൈഫിലൊന്നും കൊണ്ടുപോകാനൊന്നും പോകുന്നില്ലല്ലോ നമ്മൾ കടന്നു പോകുമ്പോൾ. അപ്പോൾ അതൊരു എക്സ്പീരിയൻസാണ്. ഇപ്പോൾ നമ്മൾ ഫെയിലിയർ കാണാണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ വിക്ടർ ഫ്രാങ്ക്ലിൻ ഇത്രയും ബുദ്ധിമുട്ടി കൂടെ കടന്നു പോയിട്ടാണ് അവസാനം അത് കണ്ടുപിടിച്ചത്. അല്ലെങ്കിൽ അതിനെ എക്സ്പീരിയൻസ് ചെയ്യില്ലേ, അതിനെ ആസ്വദിക്കില്ലേ. ഇപ്പം നമ്മൾ അതൊന്നും വെച്ച് നോക്കുമ്പോൾ നമ്മളൊന്നും കടന്നു പോകണത് ഒന്നുമല്ല. അപ്പം നമ്മളൊരു ഡേ ബൈ ഡേ കാര്യങ്ങളിൽ അല്ലെങ്കിൽ അത്തരം ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്, പക്ഷെ നമ്മൾ ആ പ്രോബ്ലത്തിലാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വരും. അതെ, എനിക്ക് തോന്നുന്നത് മൂന്നും ഒരേ സമയം കൊണ്ടുപോകണം അല്ലേ. നമുക്ക് അതിൽ 3 കൂടെയാണ് നമുക്ക് പർപ്പസിനെ നമുക്ക് ആ മീനിങ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ 3 കാര്യങ്ങളിലും 3 പർപ്പസ്, ലൈക്ക് ഇപ്പം നമ്മുടെ ഫാമിലിക്ക് അതൊരു പർപ്പസ് ഉണ്ടാവും, വാട്ട് ഈസ് യുവർ റോൾ ഇൻ യുവർ ഫാമിലി എന്നുള്ള ഒരു പർപ്പസ് ആയിരിക്കാം. ചിലപ്പം ചിലർ പല രീതിയിൽ ഉണ്ടാവാം. അതേപോലെ തന്നെ ആയിരിക്കാം ജോബിലും. അതെ, എന്ത് ജോലിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ പക്ഷേ ട്രൈ ചെയ്യാണ്ട് നമുക്ക് അറിയാനും പറ്റത്തില്ല. ഇപ്പം നമ്മൾ കഴിഞ്ഞ തവണ നമ്മൾ ചെയ്ത ഒരു ബുക്ക് ഉണ്ടല്ലോ, വെൻ ബ്രീത്ത് ബിക്കംസ് എയർ എന്ന് പറയുന്ന പോൾ കലാനിധിയുടെ ബുക്കും ഇതേപോലെ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുമ്പോൾ ആ ഒരു ക്രിയേറ്റീവ് വർക്കിൽ കൂടെ അദ്ദേഹം കടന്നു പോവാണ്. അദ്ദേഹം ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ക്യാൻസർ വന്നതിന് ശേഷം ആ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുക. ഒപ്പം തന്നെ ഹീസ് എക്സ്പീരിയൻസിങ് ഹിസ് ഫാമിലി. അറ്റ് ദ സെയിം ടൈം അദ്ദേഹത്തിന് ആ ഒരു സഫറിങ്, ആ ബുദ്ധിമുട്ടിനോടുള്ള അപ്രോച്ച് മാറി. കാരണം എപ്പോഴെങ്കിലും ഇതിൽ നിന്ന് കടന്നു പോകാൻ പറ്റും, കാരണം അതിൽ നിന്നും ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുക. ആ പുസ്തകം ലോകത്തിനോട് ആ ഒരു കഥ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞുണ്ടാവുന്ന ഒരു കഥ നമ്മളാ പറഞ്ഞതുപോലെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ പോലെ
അങ്ങനെയാണ് അദ്ദേഹം മീനിങ് കണ്ടുപിടിച്ചത്. പറയുമ്പോൾ ഇതെല്ലാം കണക്റ്റഡ് ആണ് അല്ലേ? ഇപ്പൊ നമ്മള് എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും അനുഭവങ്ങളും ഇപ്പം എല്ലാവരും കടന്നു പോയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അപ്പർ സൈഡിൽ നിൽക്കുമ്പം യു ടേൺ ബാക്ക് പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും അതിനകത്തൊരു പോസിറ്റീവായിട്ടുള്ള ഉറപ്പായിട്ടൊരു കാര്യം ഉണ്ടാകും. നമ്മൾ യു ഐദർ ബിക്കം എ ഗുഡ് പേഴ്സൺ അല്ലേ, നമുക്കൊരു നല്ല മനുഷ്യനായി തീർന്നുണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള ലൈഫിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നുണ്ടായി. അത്രേ ഉള്ളൂ. ഒരു പോസിറ്റീവ് ആട്രിബ്യൂട്ട് എങ്കിലും എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത്. എല്ലാവരും തന്നെ ഒരു പ്രോബ്ലത്തിൽ നിന്ന് മറ്റൊരു പ്രോബ്ലത്തിലേക്കാണ് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രേ ഉള്ളൂ. അതിനെ കാണുന്ന രീതിയുടെ ഇപ്പൊ നമ്മൾ ആരോ പറഞ്ഞ പോലെ മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ പ്രോബ്ലം സോൾവ് ചെയ്യുക. നമുക്ക് സോൾവ് ചെയ്യാൻ പ്രോബ്ലംസ് ഇല്ലെങ്കിൽ നമുക്ക് ലൈഫിൽ ത്രില്ലില്ല എന്നാ പറയണത്. അല്ല ബ്രെയിൻ അങ്ങ് മടിയനായി പോലെ. ദ വേ വി ലുക്ക് അറ്റ് ലൈഫ്, ദ വേ വി പെർസീവ് ലൈഫ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെ തോന്നുന്നു അല്ലേ? അതെ അതെ ആണ്. നമ്മൾ ആ ഒരു കാണുന്ന രീതിക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉണ്ടല്ലേ? ഇപ്പം നമ്മൾ പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ഇത് നമ്മളെ എന്തിനോ വി ഹാവ് ടു അതിനൊരു അപ്രോച്ച് മാറ്റണം അല്ലേ? ഇപ്പം നമ്മളൊരു പ്രശ്നത്തിൽ കൂടെ ഇപ്പം ഞാനൊരിക്കലും ഒരു സ്ത്രീയായിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബറായിട്ടുള്ള ഒരു ആളായിട്ട് സംസാരിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. പുള്ളിക്കാരി ഒരു മാനേജറായിട്ട് ഭയങ്കര ഒരു ക്രാഷിൽ കൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ സമയത്താണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ ആൾക്കാണെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ പുള്ളിക്കാരിക്കാണ് ജോലിയിൽ സർവൈവ് ചെയ്യാൻ ഒട്ടും പറ്റില്ല. മാനേജറുടെ ഒരു സോർട്ട് ഓഫ് ഹരാസ്മെൻറ്റും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട്. അപ്പം ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ കണ്ടു വെക്കുക, ചിലപ്പോൾ ഇതായിരിക്കാം നിങ്ങളെ ഇതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ മതി. നമ്മൾ അതേ കൂടെ കടന്നു പോയത്. ഇപ്പം ലിജിൻ നമ്മളൊരു ജോലിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ മാനേജ്മെന്റ് ആയിട്ടുള്ള സം ഇഷ്യൂസ് ഒക്കെ കടന്നു പോകുമ്പോൾ ദാറ്റ് മെയ്ഡ് അവർ ലൈഫ് ഇത്തിരി കൂടി ഈസി ആക്കി തന്നു. അതെ, അതേപോലെ അത് നമ്മൾ അങ്ങനെ ഒരു ആംഗിൾ ചിലപ്പോൾ നമ്മൾ കാണുന്നുണ്ടാവില്ലേ? പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ആംഗിൾ തുറന്ന് കാണിച്ചു തന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സംഭവം ഈസിയാണ്. അതെ അതെ, ഇത് ഹൈൻഡ്സൈഡിൽ എല്ലാം പോസിറ്റീവ് ആണ് അല്ലേ? അതെ അതെ, അതല്ല നമുക്ക് അതിന്റെ റിസൾട്ട് പോസിറ്റീവാ. അല്ലെങ്കിൽ നമ്മൾ അതിൽ കൂടെ ഒത്തിരി നമ്മൾ തന്നെ ആലോചിച്ച് കടന്ന് ബുദ്ധിമുട്ട് പോകുന്നത് ലൈഫ് ഇതിനും കൂടി ഈസി ആക്കി തന്നു. അങ്ങനെ കാണാൻ പഠിച്ചാൽ മതി. നമ്മളൊരു ചില ആൾക്കാർക്ക് അതിന് ഭയങ്കര കഴിവുണ്ട്. ചില ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റിന് അല്ല പ്രോബ്ലം സിറ്റുവേഷനെ ഒന്ന് മാറ്റി നമുക്ക് ചിന്തിപ്പിച്ച് തരാൻ കഴിവുള്ള ഒത്തിരി ആൾക്കാരുണ്ടാവും അല്ലേ? ഓക്കെ, അപ്പോൾ ടു സമ്മറൈസ് ഞാൻ ഇങ്ങനെ പറയാം, കറക്റ്റ് മീ ഇഫ് ഐ റോങ്. ഇപ്പം നമ്മൾ മീനിങ് ഇല്ല എന്ന് പറയുന്ന ആൾക്കാരാണെങ്കിൽ ദ ബെസ്റ്റ് വേ ടു ലുക്ക് ഈസ് നിങ്ങൾ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഒരു ഹോബി, അതിനകത്ത് അത് ട്രൈ ചെയ്യുക, അതിനകത്ത് മീനിങ് കണ്ടുപിടിക്കാൻ നോക്കുക. 2, ഫാമിലി, ലുക്ക് അറ്റ് യുവർ ഫാമിലിയോട്ട് കൂടുതൽ ഇൻവോൾവ് ആവുക. അവരുടെ കൂട്ടത്തിൽ നമ്മളും ആത്മാർത്ഥമായിട്ട് ഇത് ചെയ്യുക, അതിനകത്തുനിന്ന് ഒരു മീനിങ് കണ്ടുപിടിക്കുക. പിന്നെ ലൈഫിൽ സഫറിങ്സ് എപ്പോഴെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രൈ ആൻഡ് ഫൈൻഡ് എ പോസിറ്റീവ്. അതെ, അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് ആംഗിളിൽ ചിലപ്പോൾ നമ്മൾക്ക് അതിന് സ്വയം പറ്റുണ്ടാവില്ലായിരിക്കും. ചിലപ്പോൾ നമുക്കൊരാളുടെ ഹെൽപ്പ് വേണമായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മളൊരു ഓക്കെ ഇതിങ്ങനെയല്ല ഇങ്ങനെയാണ്. ഇപ്പോൾ ഞാൻ അന്ന് ആ മാഡത്തിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ഷീ വാസ് ഹാപ്പി ആഫ്റ്റർ ദാറ്റ് ഫോൺ കോൾ. കാരണം പുള്ളിക്കാരെ നോക്ക് ഞാൻ ഇങ്ങനെ ചിന്തിച്ചില്ലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് അതിൻ്റെ ഒരു പുള്ളിക്കാരെ അപ്രോച്ച് മാറി. അങ്ങനെ നമുക്ക് ഇത്തിരി കൂടി എക്സൈറ്റ്മെന്റ് ഇത്തിരി കൂടി ഒരു പർപ്പസ്ഫുള്ളി നമുക്ക് ലൈഫിന് മുന്നോട്ട് കൊണ്ടുപോകാം. സബ്ജക്റ്റീവായിട്ട് ഓരോ പ്രോബ്ലത്തിന് കാണാൻ ഞാൻ എന്നോട് തന്നെ പറയുന്ന കാര്യമുണ്ട്. ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും ഞാൻ ലുക്ക് അറ്റ് സബ്ജക്റ്റീവ്ലി എന്ന് ഞാൻ എന്നോട് തന്നെ പറയും. സബ്ജക്റ്റീവ് വെച്ചിട്ട് പുറത്ത് നിന്നിട്ട് തിരിച്ച് ചിന്തിക്കുക. ഇതൊരു ചലഞ്ചാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, ഓക്കെ ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യാൻ ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ബിക്കംസ് എ ചലഞ്ച്, ദാറ്റ് എ പ്രോബ്ലം. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് എന്ത് പോസിറ്റീവാണ് എനിക്ക് പഠിച്ച് കിട്ടിയത്, ഞാൻ ഫെയിൽ ആയാലും സക്സസ് ആയാലും എന്താണ് കിട്ടിയത് ഞാൻ ചിന്തിക്കാറുണ്ട്. That helps me. അതൊരു വേ ഓഫ് ഡൂയിങ് ഇറ്റ് ആണ്. എനിക്കൊന്ന് അത് തന്നെയാണ് ഫ്രാങ്ക്ലിൻ അങ്ങ് പറയുന്നത്. ഓക്കെ, അടിപൊളി. അപ്പം ഈ ഒരു ബുക്ക് നമ്മളെപ്പോഴും ബുക്ക് റാപ്പ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ബുക്കിൽ നിന്ന് ഒരു കാര്യം ഷാമിന് നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കാനുണ്ടെങ്കിൽ വാട്ട് വുഡ് ഇറ്റ് ബി? ഈ പുസ്തകത്തിന്റെ അവസാനം വിക്ടർ ഫ്രാങ്കൽ ഒരു പുതിയൊരു ഐഡിയോളജി പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്, ഈ ലോഗോ തെറാപ്പി എന്ന് പറഞ്ഞിട്ട്. അതായത് എങ്ങനെ നമുക്ക് ലൈഫിലെ മീനിങ് കണ്ടുപിടിക്കാം, അതായത് നമ്മുടെ എക്സിസ്റ്റൻസ് എന്തിനാണ് എന്ന് കുറച്ചും കൂടി ഊന്നി പറയണ ഒരു രീതിയാണ്. അപ്പം അതിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു ട്രോമയെ കൂടെ കടന്നു പോവുകയാണെങ്കിൽ നമ്മൾ ആ കടന്നു പോകണ പ്രോബ്ലത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സാമ്പിൾ പോലെ അതിനൊന്ന് മാറി ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ ഇത്തിരി കൂടി പർപ്പസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും. എപ്പോഴും ഒരു മീനിങ് സെൻറ്റേർഡ് ലൈഫ് നമുക്ക് ദർ ഷുഡ് ബി സംതിങ് ഡ്രൈവിംഗ് us all the time. നമ്മൾ ആ റാദർ ദാൻ ഓരോ ദിവസം കടന്നു പോകണ ഈ പ്രശ്നങ്ങളെക്കത്തിൻ്റെ അപ്പുറത്തേക്ക് ദർ ഷുഡ് ബി സംതിങ്. അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൺസെപ്റ്റ് ഇതാണ്. അതായത് ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ നിന്ന് എന്താണ് എക്സ്പെക്ട് ചെയ്യണത് എന്നല്ല, ലൈഫ് നമ്മളെ നിന്ന് എന്താണ് എക്സ്പെക്ട് ചെയ്യണത് എന്നുള്ളതാണ് അല്ലേ? അതൊരു ഇപ്പം നമ്മളിലേക്ക് മാത്രം ഒതുങ്ങി തീരാണ്ട് ഈ ജീവിതത്തിൽ നമുക്ക് എന്താണ് സംഭാവന കൊടുക്കുക, അതാണല്ലോ പർപ്പസ്. അതാണല്ലോ പർപ്പസ്. അല്ലേ, നമ്മൾ എൻ്റെ
മീനിങ് തന്നെ തിരിച്ചല്ല ചിന്തിക്കുന്നത്. വെച്ചാൽ അത് ദാറ്റ്സ് ലൈഫ്സ് പർപ്പസ് അല്ലേ. നമ്മുടെ പർപ്പസ് എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും യു ആർ ബിക്കമിങ് എ ടൂൾ അല്ലേ. നമ്മളെ പർപ്പസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊരു വസ്തുവാണ്, അതിൻ്റെ ഉപയോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ള ഒരാൾക്ക് ഉപയോഗം, ലൈഫിനാണ് ഉപയോഗം. സോ പർപ്പസ് ഇസ് നോട്ട് ജസ്റ്റ് യു. അതെ അതെ അതെ, അപ്പുറം സൈഡിൽ ചിന്തിക്കണം. ആ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അതിനൊരു മീനിങ് ഉണ്ട്. കാരണം നമുക്ക് അതിന് മീനിങ് കാണാൻ പറ്റും. അത് നമുക്ക് ഇത്തിരി കൂടി നമ്മളങ്ങനെ നമ്മൾ ഓരോ ദിവസം നമ്മളെ തലയിൽ താഴ്ത്തി ഇടില്ല. നമ്മളെ കുറച്ചും കൂടി ഒരു എനർജറ്റിക്കലൊക്കെ എനിക്ക് എന്താണ് ലൈഫിന് എന്താണുള്ളത്, അല്ലെങ്കിൽ നമ്മളെ ആ ലൈഫ് തമ്മിലുള്ള ഒരു കണക്ഷൻ, നമ്മൾ ആ ലൈഫും നമ്മൾ റിലേഷൻ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ തന്നെ നമുക്ക് വേറെ ആംഗിളിൽ കൂടെ അതിനെ കാണാൻ പറ്റും അല്ലേ. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെ നടക്കാൻ പഠിക്കുമ്പോൾ അവർ വീഴാൻ സമ്മതിക്കും. നമ്മൾ ഇതെങ്കിലും നമ്മൾ വീഴുമ്പോൾ ബിക്കോസ് വി വാണ്ട് us to learn. അതേ നമ്മൾ വലുതാകുമ്പോഴത്തേക്കും നമ്മൾ മറന്നു പോകും. പിന്നെ നമുക്ക് വീഴാൻ ഇഷ്ടമല്ല. നമുക്ക് ഓരോ വീഴ്ചകൾ വരുമ്പോഴത്തേക്ക് അതിന് ആ കൊച്ചു നമ്മൾ പറയുന്നത് എങ്ങനെയാണ്, അവർ പഠിക്കട്ടെ എന്ന് പറയും. പക്ഷെ നമ്മളത് മറന്നു പോയല്ലേ. പഠിക്കാൻ ഇഷ്ടമല്ല. ഇതൊക്കെ റിയലൈസസ് ഹൗ സ്മോൾ ദ ലൈഫ്. നമ്മുടെ ചെറിയ കാര്യങ്ങളായിരിക്കാം, പക്ഷെ നമ്മുടെ ലൈഫ് മാറ്റി മറിക്കാൻ അത് മതി. അല്ലെങ്കിൽ ആ ഒരു ചെറിയൊരു ചിന്ത മാറ്റി മറിച്ചാൽ പിന്നെ നമുക്ക് ഇതിനൂടെ ഒരു എനർജി ഉണ്ടാവും. നമ്മൾ തന്നെ പല ആൾക്കാരും നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു പോൾ ഇട്ടപ്പോൾ കുറേ പേര് പറഞ്ഞില്ലേ എനിക്ക് എന്താണ് മീനിങ് എന്ന് അറിയില്ല എന്നുള്ളത്. അതിനൊരു ആൻസർ ആയിരിക്കും. ശരിയാ. അപ്പം ആ പോള് പറഞ്ഞ ആൾക്കാർക്ക് എല്ലാവർക്കും ആൻസർ ആയിക്കട്ടെ. അപ്പം നിങ്ങൾക്ക് ലൈഫിൽ എന്താണ് മീനിങ് എന്ന് നിങ്ങൾക്ക് ട്രബിൾ ഉണ്ടെങ്കിൽ, ഈ വീഡിയോ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലെറ്റ് us know, കമന്റിനകത്ത് പറയുക. പക്ഷേ ഇപ്പോഴും നിങ്ങൾ ഇപ്പം ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ഉണ്ട്, നിങ്ങൾക്ക് അതിനെ സബ്ജക്റ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ലെറ്റ് us know, നമുക്ക് ലെറ്റ്സ് ഹാവ് എ ചാറ്റ്, സംസാരിക്കാം. നമുക്ക് ചിലപ്പോൾ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ സംസാരിക്കുന്ന ആൾക്കാരിൽ പലരും അവരുടെ അല്ലാത്തൊരു പെർസ്പെക്റ്റീവ് ലൈഫിൽ കിട്ടുമ്പോൾ ഇറ്റ്സ് ഡിഫറെന്റ് അല്ലേ. നമ്മുടെയൊക്കെ ജേണി ഒരു രീതിയിൽ വേറെ ആൾക്കാർ തിരിച്ചു വിട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഐ തിങ്ക് മേ ബി ടൈം ഫോർ us to give it back. യെസ്, ഓക്കെ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. നമുക്ക് ലെറ്റ്സ് ഗ്രോ ടുഗദർ. ഞാൻ അടുത്ത ബുക്കായിട്ട് വരുന്നവരെ നമുക്ക് കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമന്റ് ചെയ്യാം. ഞങ്ങൾ പോസിറ്റീവ് നെഗറ്റീവ് എനിത്തിങ്, ഞങ്ങൾ ഓരോ കാര്യങ്ങളും നെഗറ്റീവ്, ഇപ്പം നമുക്ക് പോസിറ്റീവ് ഫീഡ്ബാക്സ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റില്ല, നെഗറ്റീവ് എന്ന് പറയത്തില്ല ഒരിക്കലും. നമ്മളതെങ്ങനെയാണ് എടുക്കുന്നത്. എന്നാളൊരു സുഹൃത്തൊരു കമന്റ് ചെയ്തപ്പോൾ ചോദിച്ചു നെഗറ്റീവ് ആയോ എന്ന് സംശയമോട് പറഞ്ഞു. ഇല്ലാട്ടോ, അങ്ങനത്തെ ഇപ്പോൾ നിങ്ങൾ ആരും നമ്മളൊരു ഫീഡ്ബാക്ക് ആണ്, നമ്മളൊരു പ്രോബ്ലം ആണ്, നമ്മളൊരു ഫീഡ്ബാക്ക് ആണ്. ഫീഡ്ബാക്കിന് സബ്ജക്റ്റീവ് ആയിട്ട് learn from it. Yes. So let's grow together. അപ്പം നെക്സ്റ്റ് എപ്പിസോഡ് വരെ ബൈ. Thank you.